വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മോസറല്ല ചീസാണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു മൊസറല്ല ചീസാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത മൊസറല്ല ചീസാണ്. അപ്പോൾ ഞാനിത് ചൂടായി വന്നൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല ക്രീമി ആയിട്ട് വിട്ടു പോകുന്നേ ഇല്ല. ഞാനിത് വലിച്ചിട്ടും നല്ല രീതിയിൽ വിട്ടു പോകാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു ചീസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മളൊരു കവർ പാലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മിൽമ കവർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളം ചൂടാവുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 3 സ്പൂണ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി പകുതി കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളം ചൂട് മാത്രം ആയിരിക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരുപാട് കുക്കാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പനീറിൻ്റെ ആ ഒരു ടേസ്റ്റിലേക്ക് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഇളം ചൂടാവുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാല് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് യോജിപ്പിച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് പാല് കാച്ചുന്ന സമയത്ത് 1/4 ടീസ്പൂണ് ജലാറ്റിൻ കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മൊസറല്ല ചീസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒരു തുള്ളി ഈർപ്പം പോലും പാടില്ല നമ്മൾ ഇതിലേക്ക്. അപ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ അരച്ചെടുത്തതിന് ശേഷം ഒരു വെള്ള തുണിയിൽ കെട്ടി കിഴി പോലെ കെട്ടിയതിന് ശേഷം നല്ല പോലെ ഈർപ്പമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം. ഇപ്പോൾ ഞാനിത് കൈകൊണ്ടാണ് നന്നായിട്ട് പിഴിഞ്ഞ് കളയുന്നത്. ഇപ്പോൾ ഈർപ്പമൊക്കെ നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ നല്ല പോലെ പിഴിഞ്ഞ് കളയുക. നല്ല പ്രസ് ചെയ്ത് നല്ല പോലെ ഈർപ്പമൊക്കെ കണ്ടോ, നല്ല പോലെ വെള്ളം പോകുന്നുണ്ട്. ഇതുപോലെ നല്ല പോലെ പിഴിഞ്ഞ് കളയുക. ഒരു തുള്ളി ഈർപ്പം പോലും ഇതിൽ ഇരിക്കാൻ പാടില്ല. ഇപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ചൂട് തന്നെ വേണം നമുക്ക് ഇതിലേക്ക് മുക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഒരു 2 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. എങ്കിലും മാത്രമേ നമ്മുടെ ചീസ് നല്ല ഹാർഡായിട്ട് കിട്ടുള്ളൂ. 5-6 പ്രാവശ്യമായിട്ട് ഇതുപോലെ നന്നായിട്ട് ഇടുക, മുക്കിയെടുക്കുക, വീണ്ടും ഇടുക, അതുപോലെ തന്നെ മുക്കിയെടുക്കുക. നമുക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും ചൂടുള്ള വെള്ളം തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല പോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തുണിയിൽ കെട്ടിയതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലേ നല്ല ഹാർഡായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഞാനിത് ഓവർനൈറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒന്ന് തുണിയിൽ കെട്ടി വെച്ചത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ കല്ല് പോലെ ആയിട്ടുണ്ട് നമ്മുടെ മൊസറല്ല ചീസ്. ഇനി നമുക്കിതൊരു സ്ലൈസറിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് ഇത് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിസ്സ തയ്യാറാക്കി എടുക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുവിധം ലെവലായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ബാക്കിയുള്ളത് കൂടി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് കൂടി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുത്തും ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തെടുത്ത് ഉപയോഗിച്ചാലും മതിയാവും. ഇനി നമുക്കൊരു മിനി പിസ്സ തയ്യാറാക്കി എടുക്കാം. ചെറിയൊരു മിനി പിസ്സ തയ്യാറാക്കി എടുക്കാനായിട്ട് പിസ്സ സോസ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ക്യാബേജ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൊസറല്ല ചീസ് സ്ലൈസ് ചെയ്തത് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ചു വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് മൊസറല്ല ചീസ് വന്നിട്ടുള്ളത്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം.